50 വർഷം മുമ്പ് പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് അജിത് സിംഗ് രൺധവ എന്ന യുവാവും ഭാര്യയും നല്ല ജീവിതം കൊതിച്ച് കാനഡയിലെത്തുന്നു. കൃഷിശാസ്ത്രത്തിൽ പ്രൊഫസറായിരുന്ന അജിത് സിംഗ് പിന്നീട് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറി. സൗത്ത് കരോലൈനയിലെ സർവകലാശാലയിൽ പ്രൊഫസറായി. അവരുടെ മൂത്ത മകളായിരുന്നു നിമറത. നിക്കി എന്നായിരുന്നു വീട്ടിൽ വിളിച്ചിരുന്ന പേര്. ഈ വർഷം നടക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ സ്വന്തം പാർട്ടിയിൽ മത്സരരംഗത്ത് സജീവമാണ് നിക്കി. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. അമേരിക്ക ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഡെമോക്രാറ്റ് പാർട്ടിയിൽ ബൈഡൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ബൈഡനെ തോൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി കേസുകൾ വേട്ടയാടുന്നു എങ്കിലും ട്രംപ് പ്രാഥമിക തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇനി ട്രംപിന് മുമ്പിൽ പിന്മാറാതെ നിൽക്കുന്നത് ഒരേയൊരാൾ, നിക്കി ഹേലി. വൃദ്ധർ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മുതലെടുത്ത് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഇന്ത്യൻ വംശജയായ നിക്കി ഹേലി. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിക്കി ഹേലി തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി സൗത്ത് കരോലൈനയിലെ ഗവർണറായ വ്യക്തിയാണ് നിക്കി ഹേലി. അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണറായിരുന്നു അന്നവൾ. ഹേലിയെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തുകയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. തൻ്റെ ഭരണകാലത്ത് നിക്കിയെ ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡറാക്കി. പക്ഷേ 1.5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഹേലി ആ പദവി രാജിവെച്ചു. ട്രംപിനെ അറിയിക്കാതെയായിരുന്നു നിക്കിയുടെ തീരുമാനം. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഹേലിയുടെ ഈ നീക്കമെന്ന് ട്രംപ് പേടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ട്രംപിന് ആശ്വാസമായത്. പക്ഷേ 2024 തെരഞ്ഞെടുപ്പായിരുന്നു അന്നേ നിക്കിയുടെ മനസ്സിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുവാനുള്ള പ്രൈമറികളും കോക്കസുകളും നടക്കുന്ന സമയമാണിപ്പോൾ. ഓരോ സംസ്ഥാനങ്ങളിലും പാർട്ടിക്കകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രൈമറികളിലും കോക്കസുകളിലും കൂടുതൽ പ്രതിനിധികളെ ലഭിക്കുന്നവരാണ് പിന്നീട് പാർട്ടിയുടെ കൺവെൻഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മത്സരരംഗത്തുണ്ടായിരുന്ന പലരും നേരത്തെ തന്നെ പിന്മാറി. ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, ഇന്ത്യൻ വംശജനായ യുവ വ്യവസായി വിവേക് രാമസ്വാമി എന്നിവരാണ് പിന്മാറിയവരിൽ പ്രമുഖർ. കഴിഞ്ഞ മാസം അയോവയിലെ കോക്കസിലും ന്യൂഹാംഷെയറിലെ പ്രൈമറിയിലും നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരുന്നു ഇവരുടെ പിന്മാറ്റം. ഇവരെല്ലാം ഇപ്പോൾ ട്രംപിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിക്കി ഇതുവരെ പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് നിക്കി ഹേലിക്കെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ്. താൻ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ നിക്കി ഹേലിയെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കും എന്നുവരെ ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. 77 വയസ്സുള്ള ട്രംപിന് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ് നിക്കി തിരിച്ചടിക്കുന്നത്. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ നിക്കിയോട് ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിക്കി തയ്യാറായില്ല. തുടർന്നായിരുന്നു ട്രംപിൻ്റെ ആക്രമണം. ഹേലിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് ട്രംപിൻ്റെ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. 77 വയസ്സുള്ള ഒരാൾക്ക് അമേരിക്കയെ നയിക്കാൻ കഴിയില്ലെന്ന് നിക്കി പറയുന്നു. 81കാരനായ പ്രസിഡന്റ് ബൈഡനെതിരെ ട്രംപ് പറയുന്ന അതേ ന്യായങ്ങൾ വെച്ച് തന്നെയാണ് നിക്കി ട്രംപിനെ നേരിടുന്നത്. ഏതായിരുന്നാലും നിക്കി ഹേലി ട്രംപിനെ തോൽപ്പിക്കുമെന്ന് അധികം ആരും കരുതുന്നില്ല. നിക്കിയുടെ സ്വന്തം സംസ്ഥാനമായ സൗത്ത് കരോലൈനയിലെ പ്രൈമറി ഫെബ്രുവരി 24-നാണ്. ഇവിടെയും ട്രംപിനേക്കാൾ 30% പിന്നിലാണ് ഹേലി എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 5-നാണ് സൂപ്പർ ട്യൂസ്ഡേ. 14 സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് പ്രൈമറികൾ നടക്കുന്ന ദിവസം. ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യത്തിൽ അതോടെ കൃത്യമായൊരു സൂചന കിട്ടും. സൂപ്പർ ട്യൂസ്ഡേക്ക് ശേഷം മത്സരരംഗത്ത് തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എന്നാണ് നിക്കി ഇപ്പോൾ പറയുന്നത്.